അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 100% ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള മിവി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 1000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഒരു ട്രൂലി വയർലെസ് ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ സാഹദ്, യു ആർ വാച്ചിങ് ടെക് ടോക്ക് വിത്ത് സാഹദ്. നമ്മൾ നോക്കാൻ പോകുന്നത് മിവിയുടെ duopods a25 എന്ന് പറയുന്ന ഒരു മോഡൽ ഹെഡ്സെറ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് മിവി എന്ന ബ്രാൻഡിനെ പറ്റി സംസാരിക്കാം. മിവി എന്ന ബ്രാൻഡ് നെയിം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൊറിയൻ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് കമ്പനിയായിട്ട് തോന്നാമെങ്കിലും ഇത് 100% ഇന്ത്യൻ മെയ്ഡായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ ബേസ് ചെയ്താണ് മിവി വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈയിടെയായിട്ട് നമുക്ക് ഫോറിൻ ബ്രാൻഡുകളുടെ ഒരു ഭയങ്കര ബൂമാണ് കാണാൻ സാധിക്കുന്നത്. ഹെഡ്സെറ്റുകളൊക്കെ ഒരുപാട് മോഡലുകൾ ഇറങ്ങുന്നു, അതേപോലെ തന്നെ അത് വിറ്റഴിയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് ഗ്യാപ്പിലേക്കാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ് 100% ഇന്ത്യൻ പ്രൊഡക്റ്റ്, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റുമായിട്ട് മിവി വരുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന ലക്ഷ്യവുമായിട്ടാണ് മിവി മുന്നോട്ട് വന്നത്. അതിനോട് 100% നീതി പുലർത്താൻ മിവിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ പല മോഡലുകളിലും പല പിഴവുകൾ വന്നെങ്കിലും അതെല്ലാം പിന്നീട് അവർ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മിവിയുടെ duopods a25 എന്ന് പറയുന്ന മോഡൽ ഞാൻ വാങ്ങിക്കാനിടയായത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് നമ്മുടെ duopods a25 വന്നിരിക്കുന്നത്. ഒരു ഗ്രീനും ബ്ലാക്കും തീമിലാണ് ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിവിയുടെ ലോഗോ ഗ്രീൻ കളറിലായതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ കൂടെ നല്ലപോലെ മാച്ചായി നിൽക്കുന്നുണ്ട്. duopods a25 എന്ന് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഡീപ്പ് ആൻഡ് പവർഫുൾ ബാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എഴുതിയേക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി ബാസാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.0 എന്നും എഴുതിയിട്ടുണ്ട്. സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ, അതായത് 100% ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കാം. ബാക്കിലേക്ക് നോക്കുമ്പോൾ HD സ്റ്റീരിയോ സൗണ്ട് ലോസ്ലെസ് ഓഡിയോ, അപ്പം സൗണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ഇല്ലെന്നാണ് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ 30 hour ബാറ്ററി ലൈഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 touch പ്ലേ പോസ് ആൻസർ കോൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടച്ച് ബട്ടൺസ് ആണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഴുതിയിട്ടുണ്ട് പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 1 year ലിമിറ്റഡ് വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ IPX4 വാട്ടർ പ്രൂഫിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് സ്വെറ്റ് പ്രൂഫാണ്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊന്നും കൊണ്ട് മുക്കാൻ നിൽക്കലും നമ്മുടെ വേർപ്പ് വീഴുകയോ അല്ലെങ്കിൽ ചെറിയ മഴത്തുള്ളികളൊക്കെ വീണ് കഴിഞ്ഞാലോ ഇതിന് പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ അതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും കൊണ്ട് മുക്കാൻ നിൽക്കല്, ലാസ്റ്റിൽ അടിച്ചു പോയി ഗൈസ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ബോക്സ് കണ്ടൻസിലേക്ക് കിടക്കാം. അൺബോക്സിംഗ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ബോക്സ് കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബോക്സിൽ ആദ്യമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ TWS ആണ്. TWS വിത്ത് എ കേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് വരുന്നത്. ബ്ലാക്കും വൈറ്റും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണ്. വൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ചെളിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിലുള്ള ബോക്സിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു യുണീക്ക് ആൻഡ് നൈസ് ഡിസൈനാണ് കണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു USB Type-C കേബിളാണ്. USB Type-C കേബിൾ വരുന്നുണ്ട്. Type-C പോർട്ടാണെന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്നത് സാധാ മറ്റേ Type-A ആ ഒരു ടൈപ്പ് പോർട്ടായിരുന്നു. ഇപ്പം Type-Cയിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 2 പെയർ ഇയർബഡ്സ് ആണ്. നമ്മുടെ പല ആൾക്കാരെയും ചെവിയുടെ സൈസ് പലതായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയിടാൻ വേണ്ടി ഒരു ടോട്ടൽ കമ്പനി നമുക്ക് 3 പെയർ ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ 2 പെയറും അതുകൂടാതെ നമ്മുടെ ഇയർബഡ്സിൻ്റെ കൂടെ വരുന്ന 2 പെയറും. അപ്പം 2 പെയറല്ല, 1 പെയറും. അപ്പം മൊത്തം 3 പെയർ നമുക്ക് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്മോളും ഒരു മീഡിയം ഒരു ലാർജ് സൈസുകളിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പെയറിങ്ങിനെ പറ്റിയും കാര്യങ്ങളെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് വായിച്ചു നോക്കാം, അല്ലാതെ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം. പിന്നീട് വരുന്ന നമ്മുടെ വാറണ്ടി കാർഡാണ്. നമുക്ക് 1 year വാറണ്ടിയാണ് മിവി ഈ പ്രൊഡക്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വാറണ്ടി നമുക്ക് ഇനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവരുടെ വാട്സപ്പ് നമ്പറിലോട്ട് നമ്മുടെ ഇൻവോയ്സ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തെങ്കിൽ ആമസോണിലെ ആ ഇൻവോയ്സ് നമ്മൾ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം മുതൽ നമ്മുടെ വാറണ്ടി ആക്ടിവേറ്റ് ആകും. അന്നേരം മുതൽ 1 yearലേക്ക് നമ്മുടെ വാറണ്ടി ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സ് കണ്ടന്റ്. നമുക്കപ്പം നമ്മുടെ TWSലോട്ട് പോകാം. പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. ഇതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം. അപ്പം ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാൻ സാധിക്കുന്നത്. മേളിൽ മിവി എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു യുണീക്ക് ഡിസൈനാണ്. എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പിലാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പോക്കറ്റിലൊക്കെ ഒരു ബൾജ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇതിന് എക്സ്ട്രാ കേസൊന്നും കമ്പനി ഇറക്കിയിട്ടില്ല. ഇതിനെ ഇറക്കാൻ ഇച്ചിരി പാടുമാണ്. അപ്പോൾ നമുക്ക് നേരെ തുറന്നു നോക്കാം.
ലെഫ്റ്റിലും റൈറ്റിലായിട്ട് നമുക്ക് നമ്മുടെ 2 ഇയർബഡ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇയർബഡ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. നമ്മുടെ ബോക്സിലും ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ഇയർബഡ്സിൻ്റെ സൈഡിലും ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഗോൾഡൻ കളറ് ഒരു പിൻ പോലത്തെ സംഭവം കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഇയർബഡ്സിൻ്റെ ചാർജിങ് പോർഷൻ വരുന്നത്. അത് പറഞ്ഞാൽ അത് നമ്മുടെ കേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ചാർജ് ആവുന്നത്. അപ്പം ഇതാണ് ഈ ബോക്സിൻ്റെ ഓവറോൾ ലുക്ക്. ഇതിനകത്ത് നമുക്ക് ലിഡിന് ഫങ്ഷൻ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. അപ്പം ഈ ലിഡിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര അങ്ങോട്ടൊരു സാറ്റിസ്ഫൈഡ് അല്ല. എന്നാലും കമ്പയർഡ് ടു ദ പ്രൈസ് ഇത് വേർത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലിഡിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു മാഗ്നറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ മണ്ടയ്ക്കായിട്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഫങ്ഷനൊന്നും വരുന്നില്ലെന്ന് പറയുന്നത് നമുക്ക് പല ബ്രാൻഡിൻ്റെ ഇയർബഡ്സുകളും നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ്ലി പെയർ ആകുന്നത്. പക്ഷേ ഇത് നമ്മൾ പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇയർബഡ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഇയർബഡ്സ് നമ്മൾ ചെവി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്ലേ ആൻഡ് പോസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മുടെ റൈറ്റിലാണ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്കും, ലെഫ്റ്റിലാണ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രീവിയസ് സോങ്ങിലേക്കും സ്വിച്ച് ആവും. അങ്ങനെയുള്ള ഓപ്ഷനാണ് വരുന്നത്. നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റിനെ അവേക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ടച്ചിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. പിന്നീട് നമ്മളിത് ഊരി നമ്മുടെ ബോക്സിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുകയും ചാർജ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. കമ്പനി പറയുന്നത് 30 മണിക്കൂറത്തെ ബാറ്ററി ബാക്കപ്പാണ് വിത്ത് ബോക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TWSന് 30 മണിക്കൂർ കിട്ടുമെന്നല്ല. നമ്മളിപ്പോൾ TWS യൂസ് ചെയ്യുന്നു, ഈ നമ്മുടെ ഇയർഫോൺ എടുത്ത് നമ്മുടെ കേസി വെക്കുന്നു, പിന്നെയും നമ്മൾ യൂസ് ചെയ്യുന്നു, പിന്നെയും കേസി വെക്കുന്നു. അങ്ങനെ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 30 മണിക്കൂറത്തെ ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് ഇയർബഡ്സിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറയുവാണെങ്കിൽ കമ്പനി പറയുന്നത് 50% കൂടുതൽ പ്ലേ ബാക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോളിയം 50% കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 മണിക്കൂറത്തേക്കാണ് ഈ ഇയർബഡ്സിന് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി 7 മണിക്കൂർ പറയുമ്പോൾ നമുക്ക് ഒരു ആവറേജ് ഇട്ട് ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ മാക്സിമം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ മതി. അത്രയൊക്കെ കിട്ടിയേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഹെവി യൂസർ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയുള്ളൂ. ഇതാണ് TWSൻ്റെ ഏറ്റവും വലിയ ഗുണവും. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേറെ കുത്തിയിടേണ്ട ആവശ്യമില്ല. ഈ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പെയറിംഗ് ആൻഡ് കംഫർട്ട്നെസ്സിനെ പറ്റി സംസാരിക്കാം. പെയറിംഗ് ആൻഡ് കംഫർട്ട്നെസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഞാനിത് വെച്ച് കാണിക്കാം. വെച്ച് കഴിയുമ്പം നല്ലൊരു അടിപൊളി ഡിസൈനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടുമാണ് ഇതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യത്തില്ല ഇത് വെക്കുമ്പോഴത്തേക്കും. പിന്നെ ഒട്ടുമിക്ക TWSും എൻ്റെ ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവാറില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെക്കുമ്പോൾ തന്നെ ഒരു ലൂസ് ഫീലും. എന്ന് പറഞ്ഞാൽ ഇപ്പം തല നനക്കുമ്പോഴത്തേക്കും മിക്ക ഇയർബഡ്സും എൻ്റെ ചെവിയിൽ നിന്ന് ഊരിപ്പോവാണ് പതിവായിട്ട് സംഭവിക്കാറ്. പക്ഷേ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റാണ്. നമുക്ക് ഫിറ്റ് ആയില്ലെങ്കിൽ എൻ്റെ കമ്പനി വേറെ ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മുടെ സൈസിന് ചേർന്ന ഇയർബഡ്സ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇതൊക്കെ ഇട്ട് നമുക്ക് ജോഗിങ്ങിനോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IP4X വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ സ്വെറ്റ് പ്രൂഫാണ്. അങ്ങനെയുള്ളൊരു സ്പ്ലാഷ് പ്രൂഫ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്വെറ്റ് വീണാലും ഒന്നും പറ്റുകയില്ല. അപ്പം കംഫർട്ട്നെസ്സും നമ്മുടെ കറക്റ്റായിട്ട് ചെവിയിൽ ഫിറ്റ് ആവുന്നുമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇല്ല. പെയറിംഗ് എന്ന് പറയുമ്പോൾ Bluetooth 5 ആണ് വരുന്നത്. അപ്പം ആ വെർഷനിൽ നമുക്ക് എൻ്റെ ഫോണിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഇത് ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് കണക്റ്റ് ആവുന്നതുകൊണ്ട് കണക്റ്റിങ്ങിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം ആ സൈഡെല്ലാം ക്ലിയറാണ്. നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1000 രൂപയിൽ താഴെ വരുന്നത് TWSകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു TWS ആണിത്. 1000 രൂപയിൽ താഴെ ഏറ്റവും വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ രണ്ടാമത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പല TWSകളിലും കാണുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ വിയർപ്പ് വീഴുമ്പോഴോ അല്ലെങ്കിൽ ഒരു മഴത്തുള്ളി വന്ന് വീണ് കഴിഞ്ഞാലോ ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു TWSൽ എനിക്ക് ആ പ്രശ്നം കാണാൻ സാധിച്ചില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് പല പ്രമുഖ ബ്രാൻഡുകളുടെ TWSകളിലാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇതുവഴിയെല്ലാം വേർപ്പിറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ഇതിൽ വന്ന് വീഴുകയും അപ്പം തന്നെ ഇത് ട്രിഗർ ആവുകയും നമ്മുടെ ഒന്നെങ്കിൽ പ്ലേ പോസ് അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ വർക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്.
പിന്നെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി എനിക്ക് അധികം ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുമോ ആ എക്സ്പെക്റ്റേഷൻസ് എല്ലാം 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയും എനിക്കൊന്നും പറയാനില്ല. പിന്നീട് ഇതിൻ്റെ കോൺസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഈ ഒരു 1000 രൂപ എന്നൊരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കിതൊന്നും ഒരു കുറ്റമായിട്ട് തോന്നുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കോൺസ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബോക്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതായത് ആ ഔട്ടർ ചാർജിങ് ബോക്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ 1000 രൂപ ബഡ്ജറ്റിൽ അതൊക്കെ ഓക്കെയാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ചിലർക്ക് അത് ഡ്രോബാക്ക് ആയിരിക്കും, ചിലർക്ക് ഒരു പ്ലസ് പോയിന്റ് പോലെ തോന്നാം. ഈ ബാസ് ഇച്ചിരി ഓവറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ മീൻസ് ട്രബിൾ ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ബാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ലേറ്റൻസിയും വളരെ കുറവായതുകൊണ്ട് തന്നെ അതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ബാസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ട്രബിൾ ചെറിയ രീതിയിലൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ബാസ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഒരു 1000 രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഒന്ന് കൺസിഡർ ചെയ്യുക. അതുകൂടാതെ തന്നെ 100% ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. പല ഫോറിൻ ബ്രാൻഡുകളെക്കാളും ബെറ്റർ പ്രൈസ് റേഞ്ചിങ്ങിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.